സുഹൃത്തുക്കളെ, ഞാൻ മഞ്ചേരിക്കാരനാവുമ്പോഴും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എൻ്റെ വോട്ട് പിന്നെ നിലമ്പൂരിൽ പിന്നെ മണ്ഡലത്തിലെ ചുങ്കത്തറ പഞ്ചായത്തിനകത്ത് പുലിമുണ്ടായിലെ ബൂത്തിലാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വോട്ട് ചെയ്യാൻ പോയില്ല. വോട്ട് ചെയ്യാൻ പോകണമെന്നൊക്കെ ഇടയ്ക്ക് ചിന്തിച്ചിരുന്നു. വോട്ട് ചെയ്യാൻ പോകുന്നതാണ് എൻ്റെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ പോകാതിരുന്നതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. അത് പറയാമെന്ന് കരുതിയത്. ഒന്ന്, പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ 4 സ്ഥാനാർത്ഥികളുമായും വർഷങ്ങളുടെ ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. വർഷങ്ങളുടെ ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്നെ സ്വരാജോ അഡ്വക്കേറ്റ് മോഹൻ ജോർജോ BJP സ്ഥാനാർത്ഥി അദ്ദേഹം എന്നെ വിളിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ദീർഘകാലത്തെ ബന്ധമുള്ളത് സ്വരാജായിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. 30 വർഷത്തിലേറെയുള്ള ബന്ധമാണ്, കൗമാരകാലം തൊട്ടുള്ള ബന്ധമാണ്. ഇപ്പം പിന്നെ അത്രയും എന്താ പറയുക, ഞങ്ങളൊരു ഹോട്ട്ലൈനൊന്നുമില്ല, 2 കൊല്ലത്തിലേറെ സംസാരിച്ചിട്ട്. നേരിൽ കണ്ടത് തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ ഒരു തവണ മാത്രമാണ് നേരിൽ കണ്ടത്. ചുങ്കത്ത സ്റ്റാൻഡിൻ്റെ അടുത്ത് വെച്ചിട്ട് 2006 തൊട്ടുള്ള നീണ്ട 19 വർഷത്തിനിടയിൽ ഒറ്റവട്ട കണ്ടത്. അന്ന് പിന്നെ അവൻ MLA ആയിട്ടിരിക്കുന്ന സമയത്താണ്, തൃപ്പൂണിത്തുറ MLA ആയിട്ടിരിക്കുന്ന സമയത്ത് I think it was in 2017 or 2018. ഓക്കെ. പിന്നെ മോഹൻ ജോർജ്, പിന്നീട് ബന്ധമുള്ളത് മോഹൻ ജോർജ് വക്കീലായിട്ടാണ് ദീർഘകാലം. ഏകദേശം 23 വർഷത്തെ ബന്ധമുണ്ട് അദ്ദേഹമായിട്ട്. അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ ഞാൻ പ്രസംഗിക്കാനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ബന്ധമുണ്ട്. മോഹൻ ജോർജ് വക്കീലിന് എൻ്റെ വോട്ട് കിട്ടില്ല എന്നുള്ളത് അറിയാം. കാരണം എന്ന് വെച്ചാൽ അത് മൂപ്പർക്ക് വോട്ട് കൊടുക്കില്ല എന്നുള്ളത് എനിക്ക് പരസ്യമായിട്ട് പറയുന്നത് യാതൊരു മടിയില്ല. കാരണം എന്ന് വെച്ചാൽ BJP-യോട് എനിക്ക് യോജിപ്പുണ്ടായിട്ടില്ല. അപ്പോൾ BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണമെന്നും തുടരണമെന്നും ആഗ്രഹിച്ചിട്ടുള്ള ആളെയാണ്. കേരളത്തിൽ അങ്ങനെയില്ല. കേരളത്തിൽ KJP-യോട് വലിയ താല്പര്യമില്ല. പക്ഷേ BJP ദേശീയ നേതൃത്വത്തോട് ഒരു ക്യാബിനറ്റ് പോകുമ്പോൾ ക്യാബിനറ്റിൽ ഒരൊറ്റ മന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണം ഇല്ലാതെ പോകുന്ന വളരെ മനോഹരമായ ഭരണം എന്ന രീതിയിൽ ഓരോരുത്തർക്കും ആപ്റ്റായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി പിന്നെ അവർക്ക് ഏറ്റവും ശോഭിക്കാൻ പറ്റുന്ന വകുപ്പുകളിൽ അവരെ മന്ത്രിമാരാക്കി കൊണ്ടുവന്നു എന്നുള്ളതിനകത്തൊക്കെ ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജോർജ് കുര്യനെ വരെ സെലക്ട് ചെയ്തതിനകത്ത് അൽഫോൺസ് കണ്ണന്താനത്തിന് അവസരം കൊടുത്തു. പക്ഷേ അദ്ദേഹത്തിന് അത്ര വേണ്ടത്ര ശോഭിക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ തവണ V മുരളീധരൻ നന്നായിട്ട് പെർഫോം ചെയ്തു, കേന്ദ്ര സഹമന്ത്രിയായിട്ട്, വിദേശകാര്യ സഹമന്ത്രിയായിട്ട്. പിന്നെ പല ഇവാക്വേഷനൊക്കെ നേതൃത്വം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. ഗൾഫ് രാജ്യങ്ങളിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായ സമയത്തൊക്കെ അതൊക്കെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ സെലക്ഷൻ എപ്പോഴും കോംപ്രമൈസ് ചെയ്യാതെ വളരെ കൃത്യമായി ആളുകളെ നിരീക്ഷിച്ച് ക്യാബിനറ്റിലുള്ള ഒരാൾ അനങ്ങിയാൽ PM ഓഫീസ് അറിയുന്ന രീതിയിലുള്ള സംവിധാനത്തോടുകൂടി അവർ പോകുന്നതുകൊണ്ട് അവരോട് യോജിപ്പെട്ടായിരുന്നു. പക്ഷേ മോഹൻ ജോർജ് വക്കീലിനെ വോട്ട് കൊടുക്കുക, അത് ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിൽ പിന്നെ ഞാനൊന്ന് ആലോചിക്കാൻ നോക്കും. പഞ്ചായത്ത് മെമ്പർ ആവാനുള്ള പിന്നെ ആവുന്നതിനപ്പുറത്തേക്ക് ഒന്നിനും പറ്റാത്ത ഒരാളാണ് മൂപ്പർക്ക്. അതിനുള്ള ശേഷിയില്ല, നൃത്തശേഷിയില്ല, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടില്ല, പിന്നെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഒരു സാമൂഹിക സേവനം, ഒരു രാഷ്ട്രീയ പ്രവർത്തനം, ഒരു പൊതുപ്രവർത്തനം മൂപ്പർ നടത്തിയായിട്ട് എനിക്കറിയില്ല. അതുകൊണ്ട് മൂപ്പർ കൊടുക്കില്ല എന്നുള്ളത് പിന്നെ നമ്മൾ ആദ്യമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു. പിന്നെ ഉള്ളത് ആര്യയുടെ സുഹൃത്തുമായിട്ടാണ്. പിന്നീടുള്ളത് ബാപ്പുട്ടിയൊക്കെ ആയിട്ട് ഏകദേശം 2014 തൊട്ട് ഞാനന്ന് ഗൾഫിലാണ്. ആ സമയം തൊട്ടുള്ള ബന്ധമുണ്ട് മൂപ്പരായിട്ട്. പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ പലതവണ മീറ്റ് ചെയ്യുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ബാപ്പുട്ടിയൊക്കും അൻവറാക്കൊക്കെ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവർക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നറിയാം. വോട്ട് ചെയ്യാനേ പോയിട്ടില്ലെന്നേ. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അന്ന് പിന്നെ ഞങ്ങളെ മണ്ഡലത്തിൽ മത്സരിച്ച ശങ്കരൻ കോരമ്പയിൽ, ഞാൻ പാർട്ടിയായിട്ട് പിന്നെ അതിലൊക്കെ നിൽക്കുകയാണ്, രംഗത്തൊന്നും സജീവമായിട്ടില്ല. പക്ഷേ വോട്ട് അരിവാൾ ചുറ്റിങ്ങാക്ഷത്രം അടയാളത്തിൽ അതിന് കൊടുത്തു. പക്ഷേ എനിക്ക് തീർത്തിട്ട് അരിവാൾ ചുറ്റിങ്ങാക്ഷത്രം കണ്ട കൈവറയ്ക്കുന്ന പ്രശ്നമൊന്നുമില്ല. അതിനേക്കാൾ മൂല്യമുള്ള സ്ഥാനാർത്ഥിയാണ് അപ്പുറത്തുള്ളത് എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ കൊടുക്കും. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളേ ഇല്ല. അങ്ങനത്തെ ഒരു അന്ധനായ ആളേ അല്ല, അങ്ങനെ രാഷ്ട്രീയ അടിമയുമല്ല. കമ്മ്യൂണിസ്റ്റ് ബോധമുള്ളിലുണ്ട്. എൻ്റെ കമ്മ്യൂണിസ്റ്റ് ബോധത്തിന് ചേർന്ന് നിൽക്കുന്നത് ആരാണോ അവരെ, അത് പിന്നെ എതിർപക്ഷത്തുള്ള ആളാണെങ്കിൽ അവർക്ക് വോട്ട് കൊടുക്കുന്ന എനിക്ക് യാതൊരു മടിയില്ല. പക്ഷെ ഇന്നുവരെ അങ്ങനെ കൊടുക്കേണ്ടി വന്നിട്ടില്ല ജീവിതത്തിൽ ഇന്നുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്കാണ് ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ 18 വയസ്സ് തൊട്ടുള്ള ജീവിതത്തിനിടയിൽ ഞാൻ ഇന്ന് വരെ വോട്ട്, ഇപ്പോൾ 47 വയസ്സായി, ഇതുവരെയും വോട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറയാനുള്ളത് 2006 ശേഷം 2011 തെരഞ്ഞെടുപ്പ്, 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞാൻ ഗൾഫിലാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ നാട്ടിലുണ്ട്. ഞാൻ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ സമയത്ത് ഞാൻ ഗൾഫിലാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ നാട്ടിലുണ്ട്. ഞാൻ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. പിന്നെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ നാട്ടിലുണ്ട്, വോട്ടറാണ്, വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ നാട്ടിലാണ്, വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. ഇപ്പം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിന് ശേഷം നടന്നിട്ടുള്ള ബൈ ഇലക്ഷനിലും ഞാൻ വോട്ടറാണ്. പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ അവർ വിജയിക്കുന്ന സമയത്ത് ഞാൻ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. ബാക്കിയുള്ള സ്ലിപ്പും കാര്യങ്ങളെല്ലാം പിന്നെ മറ്റേ നമ്മളെ ഐഡൻറ്റി കാർഡും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. ഇനിയിപ്പോൾ വെട്ടുമെന്ന് അറിയില്ല, കാരണം എന്നെ കൊണ്ട് ഗുണമില്ല എന്നുള്ള 3 കൂട്ടർക്കും തോന്നില്ല. പക്ഷേ ഇതുവരെ 3 കൂട്ടർ എന്നെ വെട്ടാൻ നിന്നിട്ടില്ല, എൻ്റെ വീട് വിട്ടിട്ട് പോലും. ഈ തെരഞ്ഞെടുപ്പിലും ഞാൻ വോട്ട് ചെയ്യാൻ പോയില്ല. പോകാതിരിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആരുടെ സുഹൃത്ത് ബാപ്പുട്ടിയാക്കിയുടെ അടുത്തായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ 2014 തൊട്ട് തുടങ്ങിയതാണ്. 11 കൊല്ലത്തെ ബന്ധമുണ്ട്. ഞാൻ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല എന്നറിയാം. ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പല കേസുകൾ, അദ്ദേഹം പിന്നെ അർബൻ ബാങ്കിൻ്റെ ചെയർമാനാണ്. അതിന് ഒരുപാട് ശാഖകളുണ്ട്, ചുങ്കത്തറയ്ക്ക് ഉൾപ്പെടെ ശാഖയുണ്ട്. നിലമ്പൂരാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. നിലമ്പൂർ അർബൻ ബാങ്കിൻ്റെ ചെയർമാൻ എന്നുള്ള പ്രസിഡന്റ്, ചെയർമാൻ എന്താണ് അതിൻ്റെ സ്ഥാനം എനിക്ക് ഓർമ്മയില്ല.
ആ ഡെസ്റ്റിനേഷൻ എന്താ പറയുക എന്നുള്ളത്. എന്തായിരുന്നാലും ഞാൻ ഉദ്ദേശിച്ച അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എൻ്റെ ഭരണസമിതിയുടെ അധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പല കാര്യങ്ങൾ ജെന്യൂൻ അല്ലാത്തൊരു കാര്യം കൊണ്ട് ഞാൻ പോയിട്ടില്ല. എനിക്കെന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിനായിട്ട് ഞാൻ പോയിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ചിലരുടെ ലോൺ ഓവർ ഡ്യൂ ആകുമ്പം അതിനകത്ത് പിന്നെ വേണ്ട ക്രമീകരണങ്ങൾ വരുത്താൻ, ചിലർക്ക് അവർ പ്ലഡ്ജ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി നിലവിൽ ലോൺ എടുത്തതിനേക്കാൾ കൂടുതൽ വാല്യൂ ഉള്ളതാണ്, അപ്പം ലോണിൻ്റെ എമൗണ്ട് കൂട്ടി കൊടുക്കാനൊക്കെ അത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യം നമ്മൾ പറയുള്ളൂ എന്ന് ബോധ്യമുള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞ അവരുടെ അവസ്ഥ അവതരിപ്പിക്കുമ്പം പ്രത്യേകിച്ച് അവരൊക്കെ നമ്മളെടുത്ത് സമീപിക്കുന്നത് കൂടുതൽ സഖാക്കളാണ്. അവർക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ബാപ്പുട്ടിയാക്കിൻ്റെ അടുത്ത് പിന്നെ പാർട്ടിക്കാരെ കൊണ്ട് പോയിട്ട് കാര്യമില്ല, കോൺഗ്രസ്സുകാരായിട്ട് പ്രാദേശികമായിട്ട് എതിർത്ത് നിൽക്കുന്ന. പക്ഷേ ജെന്യൂൻ ആയിട്ടുള്ള കേസ്, ഇത് ജെന്യൂൻ കേസാണ്, അവരുടെ അവസ്ഥ ഇതാണ്, നിങ്ങളത് ചെയ്തു കൊടുക്കണം ബാപ്പുട്ടിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെയും പറഞ്ഞത് PV അൻവറിൻ്റെ ഓഫീസ്. അൻവറാക്കനെ സംബന്ധിച്ചിടത്തോളം അൻവറാക്ക വളരെ നല്ല സ്നേഹത്തോടുകൂടിയിട്ടാണ് നമ്മളോട് പെരുമാറിയിട്ടുള്ള. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് എത്രയോ കാര്യങ്ങൾ, അതും ഞാൻ പറഞ്ഞു എൻ്റെ പേഴ്സണലായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി പോയിട്ടില്ല. ഞാൻ പിന്നെ മറ്റുള്ളവരുടെ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരെ ശ്രദ്ധപ്പെടുത്തുമ്പോൾ ഫാസ്റ്റായിട്ടാണ് അവരുടെ ആക്ഷൻ പോകുന്നത്, വളരെ ഫാസ്റ്റായിട്ട്. ഒന്നും വേണ്ട, മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടാകും വരെ ഈ വയനാട് വന്നിട്ടുണ്ടായപ്പോൾ തന്നെ ചില കാര്യങ്ങൾക്ക് ഞാൻ ആശ്രയിച്ചിട്ടുണ്ട്. കവളപ്പാറയുടെ സമയത്ത് ഞാൻ ആശ്രയിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ മറ്റുള്ളവരുടെ കാര്യങ്ങളാണ്, അത് അവർ അനുഭവപൂർവ്വം പരിഗണിക്കുകയും അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം വരെ അവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഇവരൊക്കെ തമ്മിൽ എന്തുകൊണ്ടാണ് വൈര്യ നിര്യാതന പിന്നെ ബുദ്ധി വെച്ചു കൊടുത്തതെന്ന് എനിക്കറിയില്ല. സ്വരാജിൻ്റെ അടുത്ത് ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഒരു കാര്യം, അതും വളരെ ജെന്യൂനായിട്ടാണ്, റെക്കമെൻഡേഷൻ ഒന്നല്ല പറഞ്ഞത്, ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താനാണ് പറഞ്ഞത്. സ്വരാജ് ഇന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ വോട്ട് ചെയ്യാൻ പോയാലുള്ള കുഴപ്പം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ അൻവറാക്കിയിട്ട് 2016 തൊട്ടുള്ള ബന്ധമുള്ളൂ. ഞാനവിടെ താമസമാക്കി 2016 തൊട്ട് 19 വരെ 20 വരെ ഞാനവിടെ താമസിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ. ആ സമയത്തുള്ള ബന്ധമുള്ളൂ. അപ്പം പിന്നെ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വോട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സ്വരാജ് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കും രാജൻ എനിക്ക് വോട്ട് ചെയ്യുന്നിരുന്നു. കാരണം എൻ്റെ സ്വരാജിൻ്റെ പൊതു സുഹൃത്തുക്കൾ മുഴുവൻ ആത്മാർത്ഥമായി രംഗത്തുണ്ട്. ഞങ്ങളുടെ അക്കാലം തൊട്ടുള്ള സൗഹൃദങ്ങൾ, ക്യാമ്പസ് കാലഘട്ടം തൊട്ടുള്ള, പ്രത്യേകിച്ച് സ്വരാജിൻ്റെ ക്യാമ്പസിൽ പഠിച്ച സ്വരാജ് പിന്നെ പഠിക്കുമ്പോൾ അന്ന് അവിടെ പിന്നെ എഡിറ്ററായിരുന്ന മനോഹർ വർഗീസിനെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് സ്വരാജാണ്. മനോഹർ പിന്നീട് പിന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചു, സ്വരാജ് UUC സ്ഥാനത്തേക്ക് മത്സരിച്ചു, ഒരുമിച്ച് ഒരു പാനലിൽ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മനോഹർ എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. എനിക്ക് വെറും സുഹൃത്തല്ല, സുഹൃത്താണ്, സഖാവാണ്, സഹോദരനാണ്. എന്ത് കാര്യങ്ങളും പറഞ്ഞാൽ ആ ഒരു വൈബുണ്ട് ഞങ്ങൾ. അപ്പം മനോഹറിനെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് സ്വരാജാണ്. എനിക്ക് ജീവിതത്തിൽ പരിചയപ്പെടുത്തി തന്ന ആ മൂല്യമായ ബന്ധം സ്വരാജ് മുഖേന കിട്ടിയതാണ്. പിന്നെ ഇപ്പോൾ പിന്നെ ബിജി എബ്രഹാം, ബിജി ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകനാണ്. ബിജി എൻ്റെ റിലേറ്റീവും കൂടിയാണ്, വളരെ ആദ്യ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആയിരുന്നു. പക്ഷേ ഞങ്ങളുടെ ബിജിയുടെ പിന്നെ ഫസ്റ്റ് കസിനെ എൻ്റെ ഫസ്റ്റ് കസിനാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല ഒരു ഇതുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരു കുടുംബപരമായ ബന്ധമല്ല, ഞങ്ങൾ ആ ബന്ധം ഞങ്ങളുടെ ഇടയിൽ തൊടാറേ ഇല്ല. വളരെ അടുത്ത സുഹൃത്താണ്. ബിജിയൊക്കെ ആത്മാർത്ഥമായിട്ട് സ്വരാജിന് വേണ്ടി രംഗത്തുണ്ട്. ആത്മാർത്ഥമായിട്ടെന്ന് പറഞ്ഞാൽ ബിജി പിന്നെ മർത്തമ കോളേജിൽ ബിജി KSUവിൻ്റെ നേതാവായിരുന്നു, മികച്ച പ്രാസംഗികനുമാണ്, ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഇപ്പം AKPSTയുടെ ഭാഗമാണ്, ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ ഭാഗമാണ്, കോളേജ് അധ്യാപക സംഘടനയുടെ. പക്ഷേ ബിജി ഭയങ്കര സിൻസിയറായിട്ടാണ്, ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവിടെ വന്നത്. പലവട്ടം അവിടെ വന്ന് അവനവിടുത്തെ വോട്ടറല്ല, ഇപ്പോൾ ചെങ്ങന്നൂരാണ്. എന്നിട്ട് പോലും വളരെ ആത്മാർത്ഥമായിട്ട് സ്വരാജിന് വേണ്ടി വീട്ടിൽ സംസാരിച്ചപ്പോൾ അവനെങ്ങനെങ്കിലും ജയിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നതാണ് പറഞ്ഞത്. പ്രമോദ്, ചാരിയർ ബാങ്കിൻ്റെ സെക്രട്ടറി പ്രമോദ് വളരെ ആത്മാർത്ഥമായിട്ട് സ്വരാജിൻ്റെ കൂടെയുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ. വിമൽ T വർഗീസ് പഴയ SFIയുടെ പിന്നെ ഏരിയ പ്രസിഡന്റ് ആയിരുന്നു. അവർ ജ്യേഷ്ഠൻ ആനില്ല, അനിൽ വോട്ട് ചെയ്യാൻ നാട്ടിലേക്ക് വന്നിട്ടില്ല, ദില്ലിയിലുള്ളത്. വിമലാണെങ്കിൽ ഓസ്ട്രേലിയയിലാണ് ഉള്ളത്. അപ്പം പക്ഷേ അവരൊക്കെ തന്നെ ആത്മാർത്ഥമായിട്ട് അവരെ കൊണ്ട് പറ്റുന്ന ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഞാൻ മാത്രം അതിന് നിന്നിട്ടില്ല. എന്നോട് ഇവരാരും പിന്നെ ക്യാമ്പയിൻ നടത്താൻ വേണ്ടി പറഞ്ഞിട്ടുമില്ല. ഇവരാരും ഈ 4 സ്ഥാനാർത്ഥികൾ എന്നോട് വോട്ടും ചോദിച്ചിട്ടില്ല. വോട്ട് ചോദിക്കാതിരിക്കുന്നതിന് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയുണ്ടാവും. കാരണം നമ്മൾ ആര് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുള്ളൂ എന്നുള്ള ബോധ്യം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ ഒരു ഫോൺ ചെയ്ത് ചോദിക്കേണ്ടതാണ്. സ്വരാജായിട്ടും മോഹൻ വക്കീലായിട്ടും സംസാരിച്ചിട്ടേ ഇല്ല. അതേസമയം നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് അൻവറാക്കിയാണെങ്കിലും ബാപ്പുട്ടിയാക്കിയാണെങ്കിലും എന്നെ വിളിച്ച് പറഞ്ഞു, വളരെ മാന്യമായിട്ട് രാജൻ വോട്ട് ചെയ്യണമെന്നൊന്നും വരണമെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. അങ്ങനെ ഒരു രീതിയിലുള്ള പിന്നെ ഇതിന് വന്നിട്ടില്ല. വളരെ മാന്യമായി ജെന്റിലായിട്ട് ആണ് കാര്യങ്ങൾ ഇടപെട്ടിട്ടുള്ളത്. ഞാൻ പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ പറയാം, സ്വരാജും ബാപ്പുട്ടിയാക്കിയും അൻവറാക്കിയും 3 പേരും നിയമസഭയിൽ വരാൻ യോഗ്യരായിട്ടുള്ള ആൾക്കാരാണ്. 3 പേർക്കും തൻ്റെ ഇടമുണ്ട്, 3 പേർക്കും നന്നായിട്ട് പ്രസൻറ്റേഷൻ സ്കില്ലുണ്ട്, 3 പേർക്കും ലോകബോധമുണ്ട്, 3 പേർക്കും പൊളിറ്റിക്കൽ നോളജ് ഉണ്ട്, 3 പേർക്കും പിന്നെ എന്താ പറയുക ഒരുപാട് സ്കില്ലുള്ള ആൾക്കാരാണ്, ഒരുപാട് സ്കിൽഡാണ്. 3 പേരും നിയമസഭയിലെത്താൻ കുറേ പിന്നെ അണ്ടർമാടൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, ഒന്നും കൊള്ളാത്ത പുള്ളികൾ. അവരെ വെച്ച് നോക്കുമ്പോൾ എത്രയോ മിടുക്കരാണ്. നല്ല 3 വോട്ടുണ്ടെങ്കിൽ 3 പേർക്ക് കൂടി പോയിട്ട് ചെയ്യാൻ. പിന്നെ ചെയ്യാൻ പറ്റുന്ന നോട്ടയ്ക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോകുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. നിലവിലുള്ള രാഷ്ട്രീയത്തോട് എനിക്ക് മടുപ്പുണ്ട്. എനിക്ക് പിന്നെ ഒന്നിലും പരിപൂർണമായി വോട്ട് ചെയ്യാൻ തോന്നാത്തൊരു മാനസികാവസ്ഥയുണ്ട്. എന്നാൽ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പറയുമല്ലോ, ഈ ചെന്നാൽ സ്വരാജിന് പോലും ഞാൻ വോട്ട് കൊടുക്കില്ല.
ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മൾ പിന്നെ അങ്ങനെ പറയാതിരിക്കാം. എനിക്കത് വ്യക്തിബന്ധത്തെ ഉരയ്ക്കുന്നു അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. ഞാൻ സ്വരാജിന് പോലും വോട്ട് കൊടുക്കില്ല. അതെന്ന് വെച്ചാൽ നിലവിലുള്ള പാർട്ടിയുടെ പോക്കിനകത്ത്, പിണറായിയുടെ പോക്കിനകത്ത്, റിയാസിൻ്റെ പോക്കിനകത്തും ഈ പാർട്ടി പോകുന്ന വഴികൾക്കകത്ത് ഇടതുപക്ഷ ലൈനിൽ നിന്ന് വഴിമാറി പോവുകയും വെറും ഒരു കോർപ്പറേറ്റ് കമ്പനിയായിട്ട് CPM എന്ന പാർട്ടി മാറുകയും ചെയ്യുന്നതിനകത്ത് സ്വരാജ് പോലും കൃത്യമായി പാർട്ടി ഫോറങ്ങളിൽ വിമർശനം ഉന്നയിക്കാതിരിക്കുകയും സറണ്ടർ ചെയ്ത് കൊടുക്കുകയും അതിന് ബെനിഫിഷ്യറി ആയിട്ട് മാറുകയും ചെയ്യുന്ന സ്ഥിതിക്കകത്ത് ആ പാർട്ടി ഒരു തോൽവി അനുഭവിക്കേണ്ടതുണ്ട്, എന്നാലെങ്കിലും ഒരു തിരുത്തുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ആ പാർട്ടിക്ക് വേണ്ടി കുറേ കാലം കൊടി പിടിച്ച് നടന്നു പറയുന്നില്ല, കൈവത്തിയ കുറേ പണിയെടുത്തതാണ് അതിനു വേണ്ടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പിന്നെ പ്രതിഷേധം കൊണ്ട് സ്വരാജിനെ വോട്ട് ചെയ്യില്ല. പക്ഷേ സ്വരാജ് ചിലപ്പോൾ പ്രതീക്ഷിച്ച് ഞാൻ വോട്ട് ചെയ്യുന്നത് എന്തൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരു കൗമാരകാലത്ത് കുറേ ഓർമ്മകളുണ്ടല്ലോ, അത് നമ്മളെ ജീവിതത്തിലെ വസന്തകാലമാണത്. നാളെ അല്ലെങ്കിൽ മറ്റന്നാളെങ്കിലും ഇവിടെ വിപ്ലവം ഉണ്ടാവും എന്ന് എഴുതിയിട്ട് നമ്മൾ പ്രവർത്തിച്ചതാണ്. അതിൻ്റെയൊക്കെ സങ്കടവും നിരാശയും പിന്നെ നഷ്ടബോധവും ഒക്കെയുണ്ട്. ജീവിതത്തിൻ്റെ നല്ല കാലം സമർപ്പിച്ചതാണ്. അതേപോലെ പിന്നെ മറ്റൊരു ചിലപ്പോൾ ഒരു പ്രതീക്ഷിക്കുക. അപ്പം തന്നെ നമ്മളങ്ങനെ വഞ്ചിക്കാൻ പോകുന്നത്, നമ്മൾ പോയി കഴിഞ്ഞാൽ നോട്ടയ്ക്കേ വോട്ട് ചെയ്യുള്ളൂ. നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ നോട്ടയ്ക്കേ വോട്ട് ചെയ്യുള്ളൂ. നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം BJPയുടെ കാൻഡിഡേറ്റ് ഒന്നും പറ്റില്ല, ചർച്ച ചെയ്യാൻ പോലും പറ്റില്ല മോഹൻ വക്കീലിനെ കുറിച്ച്. നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് പൈസയും മുടക്കിയിട്ട് അവിടെ പോവുക, എൻ്റെ ഒരു ദിവസത്തെ ഇവിടുത്തെ എയർപോർട്ട് മുടങ്ങുക, അതിൻ്റെ വരുമാന നഷ്ടം. രണ്ട് അവിടെ പോയപ്പോൾ റൂം കിട്ടാനില്ല, എല്ലാം ഫുള്ള് ബുക്ക്ഡാണ്. പിന്നെ കേരളത്തിലെ വിവിധ പ്രദേശത്തു നിന്നുള്ളവരെല്ലാവരും വന്നിട്ട് തമ്പടിച്ചിരിക്കുക. ഞാൻ ആ റിസ്ക് എടുത്ത് പോകണ്ട എന്ന് എഴുതിയിട്ടാണ്. അതെൻ്റെ പ്രതിഷേധത്തിൻ്റെ കൂടി സൂചനയാണ്. ഞാൻ ഈ പിന്നെ ബൈ ഇലക്ഷനിലേക്കൊക്കെ കൊണ്ടുവന്ന് എത്തിച്ച രാഷ്ട്രീയ സാഹചര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. അൻവറിനെ നിരന്തരമായി വിമർശിച്ചിരുന്ന UDF, അൻവർ UDFുമായിട്ട് കൈകൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്ന സമയത്ത് അൻവർ നല്ല വികസനത്തിന് നായകനായിരുന്നു അവരെന്നെ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട് പരസ്യമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയണം അൻവർ വികസനം മുരടിപ്പിൻ്റെ ഉത്തരവാദിയാണെന്ന് പറയാം. അൻവറൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താ, പിണറായി വിജയൻ എനിക്ക് എൻ്റെ പിതാവിനെ പിതൃതുല്യനാണെന്നാണ്. അതായത് തലേന്ന് വരെ ബാപ്പ, പിറ്റേന്ന് പിന്നെ പിണറായി എന്നറിയാം. അപ്പം ഇങ്ങനെയാണ് ഓരോ ക്യാമ്പുകളും ഓരോന്നാണ് പറയുന്നത്. സ്വരാജ് പിന്നെ എന്താ പറയുക, ഈ ഇങ്ങോട്ട് കയറി ആക്രമിച്ചതിനെ കുറിച്ച് ഒന്നും മിണ്ടാണ്ടിരിക്കുകയും അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തിട്ട് ഭീകരവാദികളുടെ താവളം മാത്രം ആക്രമിച്ചപ്പം അതിനെ പിന്നെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇടുക, സമൂഹ മാധ്യമങ്ങളിൽ സംസാരിക്കുക, അങ്ങനെ ഇതൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പോയാൽ എൻ്റെ മുമ്പിൽ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഒന്നുകിൽ ബാബുട്ടായിക്ക് വോട്ട് ചെയ്യണോ അതോ അൻവറാക്ക് വോട്ട് ചെയ്യണോ എന്നുള്ളത്. കാരണം രണ്ടുപേരും ഒരു ഡിപ്ലോമസിയുടെ ഭാഷയിൽ എന്നോട് സംസാരിച്ചിട്ടില്ല. 2 പേരും എൻ്റെ അടുത്ത് ഒരിക്കലും ഒരു ഫേവർ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ചോദിച്ച കാര്യങ്ങൾക്കകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യമായി ഉടനടി ഇടപെട്ട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നല്ല കേട്ടോ, ഞാൻ പറഞ്ഞ ജെന്യൂനായിട്ടുള്ള പിന്നെ വിഷയങ്ങൾക്കകത്ത്, കേസുകൾക്കകത്ത് അവർ ഇടപെടലുകൾ കൃത്യമായിട്ടുണ്ടായിട്ടുണ്ട്. MLA ഓഫീസും അതേപോലെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു മാനസിക സംഘർഷത്തിലേക്കോ പിന്നെ അങ്ങനെ ഇതിലേക്കൊന്നും പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പ് ഇൻഷാല്ല നോക്കുക വോട്ട് ചെയ്യണോ വേണ്ടെന്നുള്ളത്. വോട്ട് ചെയ്യാതിരുന്നതിൻ്റെ കാരണങ്ങൾ ഇതാ. ഞാൻ വോട്ട് ചെയ്തില്ല എന്നുള്ളതൊന്നും അവിടെ ബാധിക്കാൻ പോകുന്നില്ല. അവിടെ ആര് ജയിച്ചാലും ഒരു വോട്ടിനല്ലോ ജയിക്കാൻ പോണത്. അതുകൊണ്ട് അപ്പം പറഞ്ഞു നേരിട്ടു നമ്മളെ രാഷ്ട്രീയ വീക്ഷണത. പിന്നെ BJP സ്ഥാനാർത്ഥിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രനെ പിടിച്ചോ വോട്ട് ചെയ്ത് അവരുടെ രാഷ്ട്രീയ അവർ വളർന്നുന്നുണ്ടെങ്കിൽ അതിനൊരു വോട്ട് കൂടുതൽ പിടിക്കണം. ആ വോട്ട് നിലനിർത്താൻ BJP എത്ര കിണഞ്ഞു ശ്രമിച്ചാലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവുപറ്റിക്കൊണ്ട് അത് അസാധ്യമാണ്. ജോർജ് കുര്യൻ നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ജോർജ് കുര്യൻ്റെ പിന്നെ സ്റ്റാഫിലുള്ള ഒരാൾ മുഖേനയാണ് ഈ മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുന്നത്. പുള്ളിക്ക് സ്റ്റാൻഡിംഗ് കൗൺസിലോ അല്ലെങ്കിൽ പ്ലീഡറോ അങ്ങനെ എന്തെങ്കിലും ഒരു പോസ്റ്റൊക്കെ അവർ ഓഫർ ചെയ്തിട്ടുണ്ട് അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ. പക്ഷേ അത് ഓഫർ ചെയ്താലും അത് എത്രത്തോളം അവർ ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ മൂപ്പർക്ക് അല്ലെങ്കിൽ കേസില്ല. അങ്ങനെ ഒരാളെ പ്രധാനപ്പെട്ട ഒരു കീ പോസ്റ്റിൽ പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകനായിട്ട് നിയോഗിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് കേസുകളെല്ലാം നോക്കുന്നല്ലാതെ വേറെ ഉണ്ടാകുന്നില്ല. പിന്നെ മൂപ്പര് ജീവിതാഭിലാഷമായിരുന്നു. ഒന്ന് കുറേ ബോർഡൊക്കെ വെക്കണം, ഫ്ലെക്സൊക്കെ വെക്കണം. പിന്നെ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെയും തുഷാർ വെള്ളാപ്പള്ളിയുടെയും കൂടെ ഒന്ന് ഒരുമിച്ച് അടുത്തടുത്ത് അവരെ രണ്ടുപേരെ നടുവിലും ജീവിതത്തിൽ നിൽക്കാൻ കിട്ടിയത് തന്നെ മഹാഭാഗ്യമായി കാണുന്ന ഒരാളാണ് മൂപ്പര്. അപ്പം അത്രയുള്ള മൂപ്പരെ ഒരു ആജീവനാന്ത സ്വപ്നം സാക്ഷാത്കാരം നടന്നു എന്നുള്ളതാണ്. മറ്റൊരു 3 പേരും പിന്നെ അങ്ങനെ അല്പന്മാരൊന്നുമില്ല. അവർക്ക് പിന്നെ നല്ല റേഞ്ചുള്ള ആളുകളാണ്. കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. എന്തായിരുന്നാലും 10-14 മിനിറ്റായി. എനിക്കുള്ള കുഴപ്പതാണ് പറയാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കാട് കളിക്കും. ശരി എന്നാൽ ഓക്കെ. ലാൽസനാസ് കാക്കളെ.